സല്യൂട്ട് സഹൃദയരെ. പോലീസ് വകുപ്പിൽ ഇപ്പോഴുള്ള ഒരു ഞെട്ടിക്കുന്ന സാഹചര്യം പോലീസ് ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വായിക്കാറുണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നു, ഒരു സബ് ഇൻസ്പെക്ടർ ആത്മഹത്യ ചെയ്തു, ഒരു സിവിൽ പോലീസ് ഓഫീസർ ആത്മഹത്യ ചെയ്തു, ഒരു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആത്മഹത്യ ചെയ്തു, ഇങ്ങനെ കേൾക്കുന്നുണ്ട്. SCRBയിലെ ADGP ആയിരുന്നപ്പോൾ തന്നെ കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ പോലീസുകാരുടെ സൂയിസൈഡ് ഒരു വർഷം 10-12 ഒക്കെ ആകാറുണ്ട്. അപ്പോൾ അത് കുറച്ച് കൂടുതലായിരുന്നു. 2016 നോക്കുമ്പോഴേക്കും അത് അതിനേക്കാളും കൂടി 17 വരെ എത്തി. 17 പേര് ഒരു വർഷം ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭൂഷണമല്ല. 309 IPC അനുസരിച്ച് ആത്മഹത്യ ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. കേസെടുത്ത് അന്വേഷണം നടത്തുമായിരുന്നു, FIR ഇട്ട്. കേസെടുത്തിട്ടാൽ പോലും അത് കാര്യമായിട്ട് അന്വേഷിക്കാനൊന്നും പറ്റില്ലല്ലോ. അന്വേഷിക്കും, അതിനകത്ത് അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും, പ്രേരണയുണ്ടോ എന്ന് നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും കേസ്, അല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സൂയിസൈഡ് കേസുകളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ആത്മഹത്യകൾ അന്വേഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുമ്പം കുറച്ച് ഷോക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് DGPക്ക് കൊടുത്തിരുന്നു. നമുക്കൊരു കൗൺസലിംഗ് സെൻറ്റർ തുടങ്ങണമെന്ന് പറഞ്ഞു. പണ്ട് മുതലേ DGPയോട് സൂചിപ്പിക്കാറുണ്ട്, ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കൗൺസലിംഗ് സെൻറ്റർ ഇല്ലാത്തത്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ളൊരു കൗൺസിലിംഗ് സെൻറ്റർ ഇല്ലാത്തൊരു വലിയ അപാകതയാണ്. ഏതെങ്കിലും ഒരു ക്വാളിഫൈഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജി ഒക്കെ പഠിച്ച് വരുന്ന ആൾക്കാരെ അവിടെ ഇരുത്തി നമുക്ക് സർക്കാർ ശമ്പളമൊക്കെ കൊടുത്ത് എല്ലാ ജില്ലകളിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടല്ലോ, ടെൻഷൻ, സ്ട്രെസ്, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കുകയും വേണ്ട നിർദ്ദേശം കൊടുക്കുകയും അഥവാ വളരെ സീരിയസ് ആണെങ്കിൽ മരുന്ന് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മറ്റ് ആശുപത്രികളിൽ അയക്കുകയോ ചെയ്യുന്നൊരു സംവിധാനം നമുക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന് ഞാൻ സൂചിപ്പിക്കുമായിരുന്നു. മറ്റ് പല രാജ്യങ്ങളിലും അതുണ്ട്. ഭാരതത്തിൽ അത് കാര്യമായിട്ടില്ലെങ്കിൽ പോലും വികസിത വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പോലീസ് ഓഫീസേഴ്സ് എന്തെങ്കിലും മാനസിക സമ്മർദ്ദത്തിൽ അകപ്പെട്ടാൽ, ഏതെങ്കിലും ലോ ആൻഡ് ഓർഡർ ഇൻസിഡൻറ്റിൽ ഒരു തോക്കെടുത്ത് ഒരാളെ വെടിവെക്കുന്നു, അയാൾ മരിച്ചു പോകുന്നു, അത് വളരെയധികം മാനസിക സമ്മർദ്ദം ഒരു വ്യക്തിക്ക് നൽകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സമ്മർദ്ദം ഒഴിവാക്കാനായിട്ടും ഇതുപോലെ കൗൺസിലിംഗ് കൊടുത്താൽ നല്ലതായിരിക്കും എന്നൊക്കെ ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ആരും കേൾക്കാറില്ല. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓഫീസേഴ്സ് എല്ലാവരും 24 മണിക്കൂറും ജോലി ചെയ്ത് നടക്കുമ്പോൾ അവർക്ക് എന്തിനാണ് കൗൺസിലിംഗ്? കൂടാതെ തെറ്റായ ഒരു ധാരണയുണ്ടായിരുന്നു, കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് പോകുന്നവരെല്ലാവരും മാനസിക അസുഖമുള്ളവരായിട്ട് കണക്കാക്കപ്പെടും. ഇപ്പോൾ സഹപ്രവർത്തകരൊക്കെ അവരെ കളിയാക്കും, ഭ്രാന്തായിട്ട് നിങ്ങൾ കൗൺസിലിങ്ങിന് പോയതല്ലേ, അങ്ങനെയുള്ളൊരു കാര്യം എനിക്ക് വേണ്ട എന്നുള്ള മറ്റുള്ള ആളുകൾ ആരും അത് സ്വീകരിക്കില്ല എന്നൊക്കെയുള്ള ധാരണയുണ്ടായിരുന്നു. ആത്മഹത്യയിൽ കൂടി വന്നപ്പോൾ ഞാൻ ഒരു റിപ്പോർട്ടായിട്ട് DGPക്ക് കൊടുത്തു. ബെഹ്റ സാറായിരുന്നു DGP. അദ്ദേഹം അതിനെ അനുകൂലിച്ചു. അദ്ദേഹം വന്ന് ശ്രീലേഖ ഒരു നല്ല ഡീറ്റെയിൽഡ് പ്രപ്പോസലായിട്ട് എഴുതി തരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനൊരു ഡീറ്റെയിൽഡ് പ്രപ്പോസൽ എഴുതി കൊടുത്തു. ബെഹ്റ സാറിനൊരു വലിയ നിർബന്ധമുണ്ടായിരുന്നത്, അദ്ദേഹം ഏത് പുതിയ പ്രോജക്റ്റ് തുടങ്ങിയാലും ഒരു പേര് ഇടണം എന്നുള്ള അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അപ്പം അതിനൊരു പേരും കൂടെ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഹാറ്റ്സ് എന്നൊരു പേര് സജസ്റ്റ് ചെയ്തു. അതൊരു അബ്രീവിയേഷൻ ആണ്, ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് എന്ന പേരിലാണ് ഞാനത് എഴുതി കൊടുത്തത്. പോലീസിനും പോലീസിന്റെ കുടുംബാംഗങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ ഭാര്യമാർക്കോ കുട്ടികൾക്കോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു വേദിയില്ല. ട്രിവാൻഡ്രത്തുള്ള സ്പെഷ്യൽ ആംഡ് പോലീസിൻ്റെ ഒരു ബിൽഡിങ്ങിനകത്ത് ഒഴിഞ്ഞു കിടന്ന ഒരു സ്ഥലം കൗൺസിലിംഗ് റൂമാക്കി മാറ്റിയെടുത്ത് അതിനകത്ത് AC ഒക്കെ ഫിറ്റ് ചെയ്ത് പ്ലസൻ്റ് ആയിട്ടുള്ള പെയിൻ്റ് അടിച്ച് അതിനകത്തൊരു മ്യൂസിക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കർട്ടനൊക്കെ ഇട്ട് നല്ലൊരു കൗച്ച്, ഒരു റിക്ലൈനിങ് കൗച്ചൊക്കെ വാങ്ങിച്ചിട്ട് ഡോക്ടറെയും കൂടെ ആക്കി. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഏറ്റെടുത്തിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ്. ഒരു വനിതാ പോലീസിനെ എൻ്റെ റിസപ്ഷനിൽ ഇരുത്തുകയും എല്ലാ SP-മാരോടും ചോദിച്ചിട്ട് ഏതെങ്കിലും പോലീസ് ഓഫീസേഴ്സിന് ഇതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദമുണ്ടെങ്കിൽ അവർക്ക് ഔദ്യോഗികമായിട്ടുള്ള അവധി കൊടുത്തുകൊണ്ട് അവർക്ക് TA-യും DA-യും ഗവൺമെൻറ് തന്നെ നൽകിക്കൊണ്ട് അവരെ ഈ കൗൺസിലിംഗ് സെൻറ്ററിൽ വരുത്തി, ഹാറ്റ്സ് എന്ന് പറയുന്ന കൗൺസിലിംഗ് സെൻറ്ററിൽ വരുത്തി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് 1 മണിക്കൂറോ 2 മണിക്കൂറോ അയാൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് വേണമെങ്കിൽ ഒരു സീരീസ് ഓഫ് സിറ്റിങ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വേണം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആത്മഹത്യകളും ഇതുപോലെ പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറയും എന്ന് ഞാൻ ആ റിപ്പോർട്ട് എഴുതി കൊടുത്തതിൻ്റെ ബേസിസിൽ ഞാനതിനെ നേരിട്ട് പോയി ഇതൊക്കെ നടപ്പിലാക്കുകയും ചെയ്ത് അങ്ങനെ നല്ലൊരു സിസ്റ്റം സ്ഥാപിച്ചു വെച്ചു. ജില്ലാ അടിസ്ഥാനത്തിൽ ഹാറ്റ്സും കൂടെ തുടങ്ങണം എന്നുള്ള ഒരു ആശയവും ഞാൻ കൊടുത്തിട്ട് അങ്ങനെ അതും കൂടെ നടപ്പിലാക്കി, ഒരു വിധമൊക്കെ നടപ്പിലാക്കി വന്നു. പക്ഷേ വളരെ പുവർ റെസ്പോൺസ് ആയിരുന്നു അതിനകത്ത് ആളുകൾക്ക്. പോലീസ് വകുപ്പിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എല്ലാ വകുപ്പിലും ഉണ്ടെങ്കിൽ പോലും പോലീസിൽ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. സമ്മർദ്ദം വരുമ്പോൾ അത് താങ്ങാനുള്ള കഴിവ്, അതെങ്ങനെ നേരിടണം എന്നുള്ള അറിവില്ലായ്മ, അതൊക്കെ കൂടുതലായതുകൊണ്ടാണോ ആൾക്കാർക്ക് പെട്ടെന്ന് അസുഖം വരുന്നതെന്ന് അറിയില്ല. ബ്ലഡ് പ്രഷറോ കാർഡിയാക് പ്രോബ്ലമോ അല്ലെങ്കിൽ ഡയബറ്റീസോ ശാരീരികമായിട്ടുള്ള ഒരുപാട് അസ്വസ്ഥതകളും വേദനകളും അതൊക്കെ സഹിച്ചുകൊണ്ടായിരിക്കും പലരും ജോലി ചെയ്യുന്നത്. പൊതുജനങ്ങളെയും സർക്കാരിനെയും സമൂഹത്തിനെയും ഒക്കെ സേവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതുപോലെ പല സാഹചര്യങ്ങളിൽ അകാലമായി
മൃത്യു വരിക്കുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. എത്രമാത്രം സമ്മർദ്ദം നിറഞ്ഞ ജോലിയാണെങ്കിലും അവരാരും അത് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസ് ഓഫീസേഴ്സ് ആരും അത് എനിക്ക് സമ്മർദ്ദമുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ഈ വിഷമം അനുഭവിക്കുന്നുണ്ടെന്നോ ഒരിക്കലും പറയാറില്ല. പെട്ടെന്ന് ഒരു ദിവസം സഹിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരേതെങ്കിലും ഒരു കയറിൻ്റെ അറ്റത്തോ കുപ്പി വിഷത്തിലോ ബ്ലേഡ് വെച്ച് കൈയറത്തോ ഒക്കെ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വല്ല വെള്ളത്തിലും ചാടിയൊക്കെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വിചിത്രമായ ഒരുപാട് ആത്മഹത്യാ കഥകൾ പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. വിജിലൻസ് കേസിനകത്ത് ഉൾപ്പെട്ടിട്ട് അതിൻ്റെ നാണക്കേട് സഹിക്കാൻ പറ്റാതെ തൂങ്ങി മരിച്ച ഒരു DYSP ഉണ്ട്. അതുപോലെ പോലീസ് കേസിനകത്ത് ഉൾപ്പെട്ടിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നുള്ള പേടിയിൽ, ചെറിയ പോലീസ് കേസാണ്, സിവിൽ തർക്കമോ മറ്റോ ആണ്, പക്ഷേ എന്നാലും അതിൻ്റെ പേരിൽ സൂയിസൈഡ് ചെയ്ത ആൾക്കാരുണ്ട്. മേലുദ്യോഗസ്ഥന്മാരുടെ ഹരാസ്മെൻറ്റ് സഹിക്കാൻ പയ്യാതെ സൂയിസൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് കാണുമ്പോൾ ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ദുഷിച്ച വശവും കൂടെ പുറത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ലേ എന്ന് തോന്നുന്നു. ഒരു സീനിയർ പോലീസ് ഓഫീസർ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും താഴോട്ടുള്ള സകലരും പെരുമാറുന്നത്. ജില്ലാ SP അഴിമതിയില്ലാത്ത വളരെ മാന്യനായിട്ടുള്ള വളരെ ബഹുമാനത്തോടു കൂടി ആളുകളോട് സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥനും ഏകദേശം അതേ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ DGP എങ്ങനെയാണോ അതുപോലെ താഴോട്ടുള്ള എല്ലാ ജില്ലാ SP-മാരും അങ്ങനെ ആയിരിക്കും. പഴയ ഒരു കഥ, അതായത് ഓഫീസിലെ ദുരന്തം സഹിക്കാൻ വയ്യാതെ വീട്ടിൽ വന്ന് ഭാര്യയെ 2 തല്ലുകയും ഭാര്യയ്ക്ക് അത് ആരോടെങ്കിലും തീർക്കണം എന്നുള്ളതുകൊണ്ട് കൊച്ചിനെ 2 തല്ലുകയും കൊച്ചിന് ദേഷ്യം വന്നിട്ട് ആരോടെങ്കിലും അത് തീർക്കണം എന്നുള്ളതുകൊണ്ട് വീട്ടിൻ്റെ പുറത്ത് കിടന്ന നായിട്ട് തല്ലുകയും ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കഥ നമ്മൾ പഴയ ഒരു ഹാസ്യ കഥ പോലെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണയായിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത് അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു സീനിയർ ഓഫീസർ അല്ലെങ്കിൽ ചിലപ്പോൾ DGPയെ മുഖ്യമന്ത്രി വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DGPയുടെ മൂഡ് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അത് അദ്ദേഹം എല്ലാ ഓഫീസേഴ്സിനോടും അതുപോലെ മോശമായ മൂഡിൽ പെരുമാറും. ആ പെരുമാറ്റം അവർ താഴോട്ടുള്ള ഉദ്യോഗസ്ഥരിൽ പ്രകടിപ്പിക്കും. അങ്ങനെ എല്ലാവരും പ്രകടിപ്പിച്ച് അവസാനം ഏറ്റവും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർ വീട്ടിൽ ചെന്നത് ഭാര്യമാരോട് പ്രകടിപ്പിക്കുകയും, മിക്കവാറും എല്ലാ ഭാര്യമാരും ഇതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ ടെൻഷൻ കയറി സ്ട്രെസ്സ് കയറി വന്നു കഴിഞ്ഞാൽ അവരൊക്കെ മനസ്സിലാവില്ല എന്താ കാരണം എന്നുള്ളത്. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കൊച്ചു കാര്യം മതി അടിപിടി ഉണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ഇട്ട് തല്ലാനും ബഹളം വയ്ക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ്. സീനിയർ ഓഫീസേഴ്സ് എപ്പോഴും മര്യാദയോടുകൂടി മാന്യമായിട്ട് പെരുമാറിയാൽ താഴോട്ടുള്ളവരിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. സൂയിസൈഡ് എന്ന് പറയുന്ന കാര്യത്തോട് തന്നെ പൊതുവേ ഒരു നിസ്സംഗത ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളുടെ ജീവിതമല്ലേ, അയാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ വയ്യെങ്കിൽ അയാൾ സൂയിസൈഡ് ചെയ്യട്ടെ. പോലീസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട ജോലിയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ വന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ട് വന്നതല്ലേ. കൗൺസിലിംഗ് സെൻറ്റർ നമുക്ക് തുടങ്ങാമെങ്കിൽ തുടങ്ങാം, പക്ഷേ അതിനകത്ത് ആളുകൾ വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ മരിക്കണം എന്നുണ്ടെങ്കിൽ മരിച്ചോട്ടെ എന്നുള്ള മട്ടിലും കണക്കാക്കുന്ന ആൾക്കാരും സീനിയർ ഓഫീസേഴ്സിനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വിഷമവും കൂടെ ഉണ്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. ഇങ്ങനെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഇപ്പോൾ അവിടെ ഉണ്ടോ, പോലീസിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ഈയിടെ ഞാൻ SAPയിൽ പോയപ്പോൾ ആ കെട്ടിടമേ അടിച്ച് പൊളിച്ച് നികത്തി അവിടെ വേറെ വലിയൊരു കെട്ടിടം കെട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയോ ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഇതുപോലെ ഒരു കൗൺസിലിംഗ് സെൻറ്റർ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഉപയോഗിക്കാനായിട്ട് മടി കാണിക്കാതെ ഉപയോഗിക്കണം. ഒരു വനിത ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഭർത്താവ് പോലീസ് ഓഫീസറാണ്, കല്യാണം കഴിച്ചിട്ട് അധികം നാളായില്ല, ഒരു കുഞ്ഞുണ്ട്, ഒരു പെൺകുട്ടിയാണ്. പക്ഷേ ആ ഭർത്താവ് കുഞ്ഞിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് പേടിയാണ്. എന്താ കാരണം ചോദിച്ചപ്പോൾ അയാൾക്ക് വളരെ മോശമായിട്ടുള്ള ഒരു അസ്വാഭാവികത അയാളുടെ പെരുമാറ്റത്തിലുണ്ട്. അയാൾ സെക്സിൽ വൈകൃതങ്ങൾ കാണിക്കുന്ന ആളാണ്. കൂടാതെ ഫോണിൽ എപ്പോൾ നോക്കിയാലും ഇതുപോലെ പോർണോഗ്രഫി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഭർത്താവിൻ്റെ അടുത്ത് കിടത്തിയിട്ട് പോകാൻ പോലും എനിക്ക് പേടിയാണ്. കൊച്ചു കുഞ്ഞാണ്, സ്വന്തം കുഞ്ഞാണ്, പക്ഷേ എന്നാലും എനിക്കത് പേടിയാണ്. അയാളുടെ ഈ പോർണോഗ്രഫി അഡിക്ഷൻ തടയാനായിട്ട് എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ മാഡം? ഒന്ന് അയാളുടെ സീനിയർ ഓഫീസേഴ്സ് അയാളെ വിളിച്ചൊന്ന് സംസാരിച്ചാൽ അത് ഇല്ലാതിരിക്കാൻ പറ്റുമോ? വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രാത്രി സമയത്തൊക്കെ ചില വൈകൃതങ്ങളാണ് എന്നോട് കാണിക്കാറ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴും ഇത് ജീവിക്കാനും ഒക്കെ ഭയങ്കര അസഹ്യമായിട്ടുള്ള അറപ്പാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആ സ്ത്രീ സംസാരിച്ചത് എനിക്ക് കുറച്ച് ഞെട്ടലോടെയാണ് ഞാൻ കേട്ടതെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനത് SP വിളിച്ച് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടി എടുത്തോ ഇല്ലയോ എന്നറിയില്ല. കാരണം വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഇഷ്യൂ ആണല്ലോ ഇത്. വൈവാഹിക ബന്ധവും പിന്നെ ഭാര്യയുടെ ഒരു പേടിയും കാരണമൊക്കെ ഉണ്ടാവുന്നതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ ആ സ്ത്രീ എന്നെ വിളിച്ചിട്ടുമില്ല. പക്ഷേ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള പോലീസുകാർ ഒരു കൗൺസിലിങ്ങിന് വിധേയരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെയധികം സമാധാനം കിട്ടുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തിനെ കുറിച്ചും എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള അരുൺ കുമാർ സിൻഹ. 1987 ബാച്ചിൽ ഞങ്ങൾ 5 ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നത്. അതിലേറ്റവും മൃദുഭാഷിയും വളരെ മൃദുല ഹൃദയനുമായിട്ടുള്ള വളരെ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു
അരുൺകുമാർ സിൻഹ. അരുൺ ഞങ്ങളോടൊപ്പം ഫൗണ്ടേഷണൽ കോഴ്സ് ചെയ്തിരുന്നില്ല. ഒരു പ്രാവശ്യവും കൂടെ സിവിൽ സർവീസ് എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പിന്നീടാണ് ഫൗണ്ടേഷണൽ കോഴ്സ് മസൂറിയിൽ ചെയ്തത്. അപ്പോൾ ഞാൻ സിൻഹയെ കാണുന്നത് നാഷണൽ പോലീസ് അക്കാഡമിയിൽ ചെല്ലുമ്പോഴാണ്. ബീഹാറിലുള്ള റാഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ വന്നാണ്. 23 വയസ്സെങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ IPS കിട്ടി വരുമ്പോൾ. പക്ഷേ എന്നാലും വളരെ ഒരു മൈൽഡ് ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു സിൻഹ. അപ്പോൾ എന്നെപ്പോലെ തന്നെ അദ്ദേഹവും ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ വളരെ മോശമായിരുന്നു. എനിക്ക് ഓടാനും ചാടാനും എന്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റി ഉണ്ടെങ്കിലും പരേഡിനാണെങ്കിലും ഒക്കെ വളരെ മോശം പ്രകടനമായിരുന്നു എൻ്റേത്. അരുണും അതുപോലെ തന്നെയായിരുന്നു. ഞാനും അരുണും പലപ്പോഴും ഇങ്ങനെ ഇതുപോലെ വഴക്കൊക്കെ കേട്ട് മാറി നിൽക്കേണ്ട സമയം വരുമ്പം അരുൺ എൻ്റെ അടുത്ത് പറയും, എനിക്ക് പറ്റും തോന്നുന്നില്ല ശ്രീ, എനിക്ക് എങ്ങനെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ, സാരമില്ല, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന 2 വ്യക്തികളായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോഴും അരുൺ ഒരു ശകലം ലേറ്റായിട്ടാണ് വന്നത്. കാരണം അപ്പോഴേക്കും അരുണിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രെയിനിങ് സമയത്ത് അരുൺ ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് PTCയിൽ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്കൂടെ മസൂറിയിൽ പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചേർത്തല ASP ആയി ഇരിക്കുമ്പോൾ ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് ആലപ്പുഴ വരികയും അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരുമിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ എൻ്റെ എന്ത് വിഷമം ഉണ്ടെങ്കിലും എനിക്ക് അരുണിനോട് പോയി ധൈര്യപൂർവ്വം പറയാൻ പറ്റുമായിരുന്നു. കാരണം ഒരു നല്ലൊരു സുഹൃത്ത് കേട്ടുകൊണ്ടിരിക്കും, പാവമാണ് എന്നത് കവിഞ്ഞൊന്നും അല്ലായിരുന്നു. അപ്പോൾ അരുൺ ഭയങ്കര എന്തും പ്രശ്നങ്ങളുണ്ടെങ്കിലും പറയുകയും കേൾക്കുകയും പിന്നെ നല്ല നല്ല ഉപദേശങ്ങൾ തരികയും ചെയ്യും. ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചാൽ സമാധാനം കിട്ടും, എങ്ങനെ ചിന്തിച്ചാൽ സമാധാനം കിട്ടുമോ അത് വെറുതെ വിട്ടേരെ, സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് സമാധാനിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഞാനും അരുണും അരുണിൻ്റെ ഭാര്യ മീതയും 2 കുഞ്ഞുങ്ങൾ രാഹുൽ, റേബന്ത് എന്ന് പറയുന്ന 2 മക്കളും ആൺകുട്ടികളും തമ്മിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും വളരെ വലിയ ഫ്രണ്ട്സായിരുന്നു. എവിടെ പോയാലും ഞങ്ങൾ പോവും. അരുൺ ജോലി ചെയ്തിട്ടുള്ള നല്ല പൊസിഷനിലാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഒരു കേരളത്തിലെ വടക്കേ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഒരു സ്വീകാര്യതയുണ്ടല്ലോ. ജനങ്ങളും കൈകളും നീട്ടി സ്വീകരിക്കും, ഗവൺമെൻറ്റിനും ഇഷ്ടമാണ്. മലയാളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ കുറച്ചും കൂടെ വലിയ താല്പര്യമാണ്. അങ്ങനെ അരുണിന് വളരെ നല്ല പോസ്റ്റിംഗ് എപ്പോഴും കിട്ടിയിട്ടുണ്ട്. 2-3 ജില്ലകളുടെ SP ആയിട്ട് ഇരുന്നിട്ടുണ്ട്. കാസർഗോഡ് ഉണ്ടായിരുന്നു, മലപ്പുറം ഉണ്ടായിരുന്നു, തിരുവനന്തപുരം DCP ആയിരുന്നു, പിന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു, എറണാകുളം കമ്മീഷണറായിരുന്നു, എറണാകുളം DIG ആയിരുന്നു, തിരുവനന്തപുരം DIG ആയിരുന്നു, IG ആയിരുന്നു, ADGP ആയിരുന്നു. അങ്ങനെ എല്ലാ നല്ല പോസ്റ്റുകളിലും ലോ ആൻഡ് ഓർഡർ പോസ്റ്റുകളിലാണ് ത്രൂ ഔട്ട് അരുൺ ഇരുന്നിട്ടുള്ളത്. 2014 പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ട്രാഫിക് ADGP ആയിട്ട് ഇരിക്കുമ്പോഴാണ് ശ്രീ നരേന്ദ്രമോദി സർക്കാർ വരുന്നതും. അപ്പോൾ അദ്ദേഹം SPGയുടെ ഡയറക്ടറായിട്ട് അരുൺകുമാർ സിൻഹയെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അരുൺ വളരെ ഹാപ്പി ആയിരുന്നു അന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പോയി അരുണിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഫാക്സ് വന്നിട്ട് അരുൺ അപ്പം തന്നെ പോകാൻ റെഡിയാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇതിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ഓർഡർ ഡൽഹിയിൽ ഫാക്സ് വന്നേ ഉള്ളൂ, അപ്പോൾ ഇപ്പോഴേ എന്തിനാണ് പോകുന്നത്? ഇപ്പോൾ ഞാൻ നാളെ തന്നെ പോയി ജോയിൻ ചെയ്യുകയാണ്, അത്ര എക്സൈറ്റഡ് ആണ് ഞാൻ എന്ന് പറഞ്ഞു. കാരണം അരുണും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധമുണ്ടായിരുന്നു. IG BSF ആയിട്ട് ഗാന്ധിനഗറിൽ ഗുജറാത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുജറാത്ത് എന്ന് പറയുന്നത് BSFന് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു പോസ്റ്റാണ്. ഗുജറാത്തിൻ്റെ കോസ്റ്റൽ തീരത്ത് കുറേ അധികം കോസ്റ്റൽ ഏരിയ, ഒരു വളരെ നല്ല മണൽ നിറഞ്ഞ കുറേ ഏരിയ ഉണ്ട്. അവിടെ കാറൊക്കെ പോകാനും ജനങ്ങൾക്ക് പോകാനും ഒക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് പാകിസ്ഥാൻ കീഴടക്കി വെച്ചിരിക്കുകയാണ് കുറേ നാളായിട്ട്. അവരവരുടെ ബോട്ടിൽ കൂടെ വന്നിട്ട് ഒരു 500-600 കിലോമീറ്റർ നീളത്തിലുള്ള കോസ്റ്റൽ ഏരിയയും അതിൻ്റെ അകത്തോട്ടുള്ള കുറേ സ്ഥലങ്ങളും കച്ച് എന്നൊക്കെ പറയുന്ന ഏരിയയാണ്. അത് പാകിസ്ഥാൻ്റെ കുറേ ആൾക്കാർ അത് കീഴടക്കി വെച്ചുകൊണ്ട് അവർ പോവാതെ വർഷങ്ങളായിട്ടിരിക്കുന്ന സ്ഥലത്ത് IG BSF ആയിട്ട് അരുൺ വന്നതിന് ശേഷം അദ്ദേഹം അവിടെ ഗാന്ധിനഗറിൻ്റെ അവിടുന്ന് കുറേ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി വഴി ഉണ്ടാക്കി, അവിടെ കുടിവെള്ളം എത്തിച്ച്, അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ്. കാരണം മണൽ ആരണ്യമാണ്. അപ്പോൾ അതിലേക്കൂടെ കുടിവെള്ളം എത്തിച്ച് ക്യാമ്പുകൾ സെറ്റപ്പ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ പൗരന്മാരായിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ബോട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നു 1000 ബോട്ടുകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഫിഷിംഗ് ബോട്ട് എന്നുള്ള ഫിഷർമെൻ എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരവിടെ അങ്ങ് കുടിയേറിയ ശേഷം ആ സ്ഥലം മുഴുവനും അങ്ങ് കീഴടക്കി എടുക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിപ്പിച്ച് അത്രയും കോസ്റ്റ് ലൈൻ ഫ്രീ ആക്കി അത് ഇന്ത്യക്ക് വേണ്ടി നേടിയെടുത്ത ഒരു വലിയ ദൗത്യം ഒരു 3.5 വർഷം കൊണ്ട് 3.5-4 വർഷം കൊണ്ട് അരുൺ അവിടെ ഇരുന്നു കൊണ്ട് IG BSF ആയിട്ട് ചെയ്തത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിക്ക് വളരെയധികം മതിപ്പുണ്ടാക്കിയ കാര്യമായിരുന്നു. ഞാൻ ഗാന്ധിനഗറിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ പോലീസിൻ്റെ സയൻസ് കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു മീറ്റിംഗ് നടക്കുമ്പോൾ, ആനുവലായിട്ട് എല്ലാ വർഷവും നടക്കുന്നതാണ് പോലീസ് സയൻസ് കോൺഗ്രസ് എന്ന് പറഞ്ഞ്. ആ ഒരു വർഷം അത് ഗാന്ധിനഗറിലായിരുന്നു. ഞാൻ IG ക്രൈംബ്രാഞ്ച് ആയിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ അവിടെ പോയി അരുണിൻ്റെ കൂടെയാണ് BSFൻ്റെ മെസ്സിലാണ് താമസിച്ചത്. അപ്പോൾ അരുൺ എന്നെ അവിടെ മുഴുവൻ സ്ഥലം എനിക്ക് തോന്നുന്നു 30-40 ഏക്കറുള്ള ഒരു വലിയൊരു സ്ഥലമാണ് ഗാന്ധിനഗറുള്ള BSFൻ്റെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുഴുവൻ നടന്ന് കാണിച്ചപ്പോൾ അരുൺ എന്നോട് പറയുന്നുണ്ടായിരുന്നു, വല്ലാത്തൊരു മണ്ണുമായിട്ട് ചെളിയുമായിട്ട് ഇങ്ങനെ ഒന്നും കിളിക്കാതെ കിടന്നിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നിറയെ പച്ചപ്പുള്ള വളരെ മനോഹരമായ തോട്ടങ്ങളും നിറയെ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ല ബിൽഡിങ്സും ആയിട്ടുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു
സെറ്റപ്പായിരുന്നു ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ അരുൺ പറഞ്ഞു ഞാനത് വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്താണ്. പലയിടത്തുനിന്നും ഞാൻ മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് വെള്ളം കൊണ്ടുവന്ന് അതെല്ലാം ഡെയിലി ഒഴിച്ച് ചെടികൾ കൊണ്ടുവന്ന് കൾട്ടിവേറ്റ് ചെയ്ത് അതിനെ പരിപാലിച്ച് വളർത്തിയെടുത്ത് അങ്ങനെ എടുത്തതാണ് ഈ കാണുന്ന പച്ചപ്പ് മുഴുവനും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു അപ്രീസിയേഷൻ തോന്നും. പിന്നെ അവിടെ ഒരു ഓപ്പറേഷൻസ് റൂമുണ്ട്. അവിടെ അരുണിനെ കൊണ്ടുപോയിട്ട് ഈ കച്ചിലുണ്ടായ കാര്യങ്ങളൊക്കെ കാണിച്ചു തരികയും ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോ പോലെ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. വളരെ ഇമ്പ്രസീവായിട്ട് എനിക്കന്ന് തോന്നിയിരുന്നു. പോലീസ് സയൻസ് കോൺഗ്രസിൻ്റെ വാലിഡിക്ഷൻ ഇനോഗ്രേറ്റ് ചെയ്തത് മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആയിരുന്നു. കുറച്ച് അവാർഡൊക്കെ കിട്ടി. നമ്മുടെ കേരള പോലീസ് കുറേ മെഡലുകൾ കിട്ടിയതുകൊണ്ട് അവാർഡുകളൊക്കെ വാങ്ങിച്ച ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ അരുൺ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അരുണിനെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഞങ്ങളുടെ അടുത്തോട്ട് നടന്നു വന്ന് അരുണിൻ്റെ അടുത്ത് ചോദിച്ചു ക്യാ ഹേ സിൻഹ സാബ് സബ് ഠീക്ക് ഹേ എന്ന്. അപ്പം ഞാൻ അതിശയിച്ചു ഒരു മുഖ്യമന്ത്രി ഒരു IG BSFനോട് സാബ് എന്ന് വിളിച്ച് സംസാരിക്കുകയാണ്. മാച്ച് മേറ്റ് ശ്രീലേഖ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം എന്നെ ശ്രദ്ധിച്ചു പോലുമില്ല, നടന്നങ്ങ് പോവുകയും ചെയ്തു. ഞാൻ അരുൺകുമാർ സിൻഹയെ ഒരുപാട് പ്രാവശ്യം ഡൽഹിയിൽ SPG ഡയറക്ടറായിരുന്നപ്പോൾ ഡൽഹി പോകുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ പോയപ്പോൾ അദ്ദേഹം CMൻ്റെ വീടിൻ്റെ റെസിഡൻഷ്യൽ ഏരിയയുടെ തൊട്ടടുത്തുള്ളൊരു ഓഫീസുണ്ട്. അപ്പോൾ അവിടെയായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. അപ്പോൾ എന്നെ കൊണ്ട് CMൻ്റെ ഗാർഡൻ വരെ കാണിക്കാനായിട്ട് കൊണ്ടുപോയി. 2016 സെപ്റ്റംബറിൽ ശ്രീ നരേന്ദ്രമോദി കേരളത്തിൽ ഒരു വിസിറ്റിന് വന്നായിരുന്നു. അദ്ദേഹം ഒരു പാർട്ടി മീറ്റിങ്ങിന് വന്നതാണ്. തികച്ചും പേഴ്സണലായിട്ടുള്ളൊരു മീറ്റിംഗാണ്. കോഴിക്കോട് ഒരു വലിയ BJP സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും പ്രധാനമന്ത്രിയാണല്ലോ, അപ്പോൾ അതിനുള്ള VVIP സുരക്ഷ കൊടുക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അപ്പോൾ പോലീസ് വളരെ നല്ല രീതിയിൽ സുരക്ഷയെല്ലാം അറേഞ്ച് ചെയ്തു. 3 ദിവസം മുമ്പേ നമ്മൾ ക്യാമ്പ് ചെയ്ത് പോലീസ് ക്ലബ്ബിൽ താമസിച്ച് എല്ലാ ഒരുക്കങ്ങളും വിലയിരുത്തി ഒരു പ്രശ്നവും ഇല്ലാതെ പോകാൻ വേണ്ടിയുള്ള എല്ലായിടത്തെയും ഒരുക്കങ്ങളും നോക്കി നമ്മൾ സൂപ്പർവൈസ് ചെയ്ത് മോണിറ്റർ ചെയ്ത് അങ്ങനെ ഇരിക്കും. ADGP ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ജോലിയുള്ളതാണ്. SPG ഡയറക്ടർ അരുൺകുമാർ സിൻഹ നരേന്ദ്രമോദി വരുമ്പോൾ മാത്രമാണ് കൂടെ വരുന്നത്. അതിന് മുമ്പ് SPGയുടെ വേറെ 2-3 ഓഫീസേഴ്സ് വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നത്. ഇതൊക്കെ മതിയോ ഇങ്ങനെയൊക്കെ മതിയോ എന്നൊക്കെ നോക്കുന്നത്. ഞാനും കാർക്കേഡ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഒരു കാറിലുണ്ടായിരുന്നു. അരുണിനെ കണ്ടേയില്ല. പക്ഷേ വേദിയുടെ എത്തിയപ്പോഴേക്കും സിൻഹ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ നേരം ചായ കുടിക്കുകയും ഒക്കെ ചെയ്തു. ഞാൻ രസമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ കുറേ ഓഫീസേഴ്സിന് ആഗ്രഹമുണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പറയാം കുഴപ്പമില്ല, മീറ്റിംഗ് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളോട് വെയിറ്റ് ചെയ്തു. അദ്ദേഹം പ്രസംഗമൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വന്നപ്പോൾ വരുന്ന വഴി അരുൺ പോയി പറഞ്ഞു സർ ദീസ് പീപ്പിൾ ആർ സീനിയർ ഓഫീസേഴ്സ് ഫ്രം കേരള ദേ വോണ്ട് എ ഫോട്ടോ വിത്ത് യു എന്ന് പറഞ്ഞു. അദ്ദേഹം വന്ന് നിന്നു. ഞങ്ങളെല്ലാവരും കൂടെ നിൽക്കുക. അപ്പോൾ ഞാനാണ് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത് നിന്ന ആളാണ്. ഞാൻ പലപ്പോഴും ഉള്ളതുപോലെ എനിക്കൊരു പ്രയാസമുണ്ട് വളരെ അടുത്തോട്ട് നിൽക്കാൻ. ഞാനും ശ്രീ മോഡിയും തമ്മിലുള്ള അകൽച്ച എന്ന് പറയുന്നത് കുറച്ച് ദൂരമുണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം തോന്നുന്നു അദ്ദേഹം ദൂരെ മാറി ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന അരുൺകുമാർ സിൻഹയോട് പറഞ്ഞു സിൻഹ സാബ് ആപ്പ് ആ ജാओ ഖഡേ ഹോ ജാओ എന്ന് പറഞ്ഞു. അപ്പോൾ നൈ സർ മേ ടീക്കു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം വരാനായിട്ട് മാറി നിന്നെങ്കിലും അദ്ദേഹം നിർബന്ധിച്ച് അപ്പോഴും ഞാൻ കേട്ടു സിൻഹ സാബ് എന്ന് വിളിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ഒരു SPG ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനെ സിൻഹ സാബ് സാറേ എന്ന് വിളിച്ച് സംസാരിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ വെച്ചു ഇങ്ങനെ സംസാരിക്കൂ ഏതെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് അപ്പം സിൻഹയെ കുറിച്ച് എൻ്റെ ബാച്ച്മേറ്റ് ആണല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ് ആണല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ അഭിമാനമൊക്കെ തോന്നിയ ഒരു സമയമായിരുന്നു അത്. 3 മാസങ്ങൾക്ക് മുമ്പ് ശ്രീ അരുൺകുമാർ സിൻഹ നമ്മളെ വിട്ടുപോയി, മരിച്ചുപോയി. നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ. പെട്ടെന്ന് ഒരു ദിവസം ആണ് നിങ്ങളൊക്കെ അറിഞ്ഞതെങ്കിലും എനിക്കിത് കുറച്ച് നാളായിട്ട് ഒരു സംശയം പോലെ ഉണ്ടായിരുന്നു. അരുണിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു ബുദ്ധിമുട്ടും പറയില്ല നമ്മളോട്. എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലോ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലോ അങ്ങനെ ഉറക്കെ തുറന്ന് പറയുന്ന ഒരു സ്വഭാവമില്ല. വിഷമം ഉണ്ടായിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. വളരെയധികം വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പല കാര്യങ്ങളും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. അത് വേറൊരു വ്യക്തി വഴിയാണ് ഞാൻ അറിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു എന്നും പാൻക്രിയാസിലായിരുന്നു എന്നും ഒരു ഓപ്പറേഷൻ 2 വർഷം മുമ്പ് ചെയ്തു എന്നും ഞാൻ അറിഞ്ഞിരുന്നേയില്ല. അദ്ദേഹം SPG ഡയറക്ടർ ആയിരിക്കുമ്പോൾ തന്നെ നടന്ന കാര്യമാണ്. അതൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഡ്യൂട്ടിയിൽ വളരെ കർമ്മനിരതനായിട്ട് ജോലി ചെയ്ത് ഒരു ബുദ്ധിമുട്ടും പറയാതെ പ്രധാനമന്ത്രി വളരെയധികം വിദേശയാത്ര നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ SPG ഡയറക്ടർക്ക് 3 പ്രാവശ്യം പോകേണ്ടി വരും അതേ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ആദ്യം പോയി ഒരു മീറ്റിംഗ് നടത്തണം, പിന്നെ 2ാമത്തെ പ്രാവശ്യം എല്ലാ അറേഞ്ച്മെൻറ്റ്സും ശരിയാണോ എന്ന് നോക്കാൻ പോകണം, പിന്നെ 3ാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രിയുടെ കൂടെ പോകണം. അങ്ങനെ അദ്ദേഹം പോകുന്ന എല്ലാ രാജ്യങ്ങളിലും യാത്ര ചെയ്തിട്ടുള്ള ലോകം മുഴുവൻ കണ്ടിട്ടുണ്ടല്ലോ, എന്ത് നല്ല പോസ്റ്റാണ് ഇത് എന്നൊരിക്കൽ ഞാൻ ചോദിച്ചപ്പോൾ അരുൺ എന്നോട് തമാശയായിട്ട് പറഞ്ഞു അയ്യോ ശ്രീലേഖ അത് വലിയ കഷ്ടമാണ്. കാരണം നമ്മൾ ഫാമിലിയുമായിട്ട് കുടുംബത്തോടു കൂടി നമ്മൾ സ്ഥലം കാണാൻ പോകുന്നത് പോലെയുള്ള സന്തോഷത്തിലല്ല പോകുന്നത്. സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ടെൻഷനാണ്. ഓരോ നിമിഷവും നമ്മളിങ്ങനെ ജോലി ആണല്ലോ, ഇങ്ങനെ ഓടി നടന്ന് അവരുമായിട്ട് മീറ്റിംഗ് കാര്യങ്ങൾ വിലയിരുത്തുന്നു, പിന്നെ തിരിച്ച് പെട്ടെന്ന് വരണം, കാരണം ഇവിടെ വേറൊരു മീറ്റിംഗ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥലവും കാണാനായിട്ടൊന്നും പറ്റില്ല.
ജോലിയുടെ ഭാഗമായിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അത്രയേ ഉള്ളൂ എന്നൊക്കെയുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അപ്പോൾ അത് വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും എന്നുള്ള മട്ടിൽ ഞാൻ കരുതുകയായിരുന്നു. പക്ഷേ ശരിക്കും അങ്ങനെ ആയിരുന്നു. അത് വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. വളരെയധികം പുകവലിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പക്ഷേ പുകവലിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിൻസ്റ്റൺ ചർച്ച് പുകക്കുഴൽ പോലെയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. എപ്പോൾ നോക്കിയാലും ഒരു പൈപ്പ് അദ്ദേഹത്തിൻ്റെ വായിലുണ്ടാകും, അല്ലെങ്കിൽ ഒരു സിഗാർ അദ്ദേഹം വലിച്ചുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. 84 വയസ്സൊക്കെയാണല്ലോ ചർച്ചിൽ മരിക്കുന്നത്. പുകവലി മാത്രമല്ല നമ്മളുടെ ജീവിതം ചുരുക്കുന്നത്, മനുഷ്യനെ കൂടുതൽ മനത്തിലേക്ക് അടുപ്പിക്കുന്നത് സമ്മർദ്ദങ്ങളാണ്. ജോലിയിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, കുടുംബപരമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, പലതരത്തിലുള്ള മാനസിക വിഷമങ്ങൾ, വ്യാധികൾ, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ആയുസ് വളരെയധികം കുറയ്ക്കുന്നത്. SPG ഡയറക്ടറായിട്ട് 7 വർഷത്തോളം ഏറ്റവും കൂടുതൽ കാലാവധി ഇരുന്നിട്ടുള്ള ആളാണ്. DGP ആയിട്ട് അവിടെ പ്രൊമോഷൻ കിട്ടിയിട്ട് ഡയറക്ടർ എന്നുള്ള പൊസിഷൻ മാറ്റി അരുണിന് വേണ്ടി ഡയറക്ടർ ജനറൽ SPG എന്നുള്ളൊരു തസ്തിക തന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത് അരുണിനെ അവിടെ ഇരുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മെയ് 2023 റിട്ടയർ ചെയ്ത അരുൺകുമാർ സിൻഹയ്ക്ക് 1 വർഷം എക്സ്റ്റൻഷനും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അരുണിനെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു, ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ, എന്തിനാണ് ഇതിങ്ങനെ എടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അരുൺ പറഞ്ഞു, എൻ്റെ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് അത്, എനിക്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് തന്നു, 1 വർഷവും കൂടെ ചെയ്യുക എന്ന് പറഞ്ഞ് തന്നപ്പോൾ എനിക്കതെങ്ങനെ വേണ്ടാന്ന് പറയാൻ പറ്റുന്നേ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ചോദ്യം. വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ അവസാനമായി ഞാൻ അരുണിനോട് സംസാരിക്കുമ്പോൾ അരുൺ പറഞ്ഞു, നവംബറിൽ മോൻ്റെ കല്യാണമുണ്ട്, വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ട് ഫോൺ വെച്ച ശേഷമാണ് പെട്ടെന്ന് ഞാൻ അറിയുന്നത് അരുൺ മരിച്ചുപോയി എന്നുള്ളത്. അത് വലിയ ഷോക്കായിരുന്നു എനിക്ക്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പൊതുവേ ഞാൻ കണ്ടുവരുന്ന കാര്യം ഇതാണ്, വളരെ സിൻസിയറായിട്ടുള്ള ഓഫീസേഴ്സാണ്. ഒരു പരിധി വിട്ടങ്ങോട്ട് നമ്മുടെ ആരോഗ്യം ക്രമാതീതമായിട്ട് മോശമാകുമ്പോഴായിരിക്കും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത് ആലോചിക്കുമ്പോൾ അത് ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങൾ വാരി തലയിൽ വെക്കുന്നത് കൊണ്ടാണ് എന്നുള്ളൊരു അവബോധം, ഒരു ഉൾവിളി വരുമ്പോൾ അത് കുറച്ച് മാറി നിൽക്കാൻ തുടങ്ങും. നടക്കുന്നതൊക്കെ നടക്കട്ടെ, നമുക്ക് നമ്മളെ സ്വയം ഒന്ന് ശ്രദ്ധിക്കാമെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഒന്ന് കുറച്ചൊരാശ്വാസം കിട്ടുക. അല്ലെങ്കിൽ അതില്ലാതെ സാരമില്ല, എൻ്റെ കാര്യം പോട്ടെ, ഞാൻ പ്രധാനപ്പെട്ട വസ്തുവല്ല. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു പോലീസ് ജോലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ജോലിയാണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്നവർ പലപ്പോഴും സ്വന്തം ആരോഗ്യം അവഗണിക്കാറുണ്ട്. വേറൊരു സംഗതിയും കൂടെ നിങ്ങളോട് പറയുകയാണ്. 2021 ഫെബ്രുവരി മുതൽ ഇന്ന് വരെ 2 വർഷവും 9 മാസവും ഒരു മുടക്കവുമില്ലാതെ എല്ലാ ഞായറാഴ്ചയും ഞാൻ എൻ്റെ ചാനൽ സസ്നേഹം ശ്രീലേഖയിലൂടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ 10 കഥകളും ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തു. ഒരു രീതിയിലുള്ള മുടക്കും വരാതെ അനുഭവ കഥകൾ പങ്കിടുന്നതിനോട് ഒപ്പം തന്നെ ഞാൻ എഴുതിയിട്ടുള്ള ചെറുകഥകൾ ഞാൻ തന്നെ വായിച്ച് ശ്രവണ കഥകളായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അത് ഇടയ്ക്ക് കിട്ടുന്ന സമയം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെ ചെയ്തതാണ്. ഈ 4 വർഷത്തെ കഥകളും കൂടെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം ഉള്ളത് കൊണ്ട് ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കൊരു 3 മാസത്തെ ഒരു സമയം വേണം. ഞാനൊരു ചെറിയ ഗ്യാപ്പ് എടുക്കുകയാണ്. തീർച്ചയായിട്ടും 3 മാസം കഴിയുമ്പോഴേക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും എൻ്റെ അനുഭവ കഥകൾ, ജയിലിലുള്ള കഥകളുമായിട്ട് ഞാൻ എത്താം. നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ അതിര് കവിഞ്ഞ സ്നേഹവും നന്ദിയും ബഹുമാനവും എല്ലാം പകർന്നു തന്നുകൊണ്ട് സസ്നേഹം ശ്രീലേഖ.